എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സാധാരണയായി എല്ലാ എക്സാമുകളിലും ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഡിജോക്സിൻ. ഡിജോക്സിൻ്റെ ബ്രാൻഡ് നെയിമാണ് ലെനോക്സിൻ എന്ന് പറയുന്നത്. ഈ ഡിജോക്സിൻ എന്ന് പറയുന്ന ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈഡിൽ വരുന്ന ഡീറ്റാലിസ് പ്രിപ്പറേഷനാണ്. ഇതിൻ്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ഇൻട്രാസെല്ലുലാർ കാൽസ്യം ലെവൽ കൂട്ടിക്കൊണ്ട് ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് അയനോട്രോപ്പിക് ആണ്. അതായത് ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ കൂട്ടുക, കാർഡിയക് കൺട്രാക്ഷൻ കൂട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഹാർട്ട് ഫെയിലിയർ. ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ക്രോണോട്രോഫിക് ആണ്, അതുപോലെ ഡ്രോമോട്രോഫിക് ആണ്. എന്താണ് ഈ നെഗറ്റീവ് ക്രോണോട്രോഫിക് എന്ന് പറഞ്ഞാൽ? ഒരേപോലെ നായകനും വില്ലനും ആകുമെന്ന് പറയില്ലേ? അതായത് ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ കൂട്ടുകയും അതുപോലെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഡ്രഗാണിത്. അതാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. നെഗറ്റീവ് ക്രോണോട്രോഫിക്, ഹാർട്ട് റേറ്റ് കുറയ്ക്കുക. അതുപോലെ ഡ്രോമോട്രോഫിക്, കണ്ടക്ഷൻ കുറയ്ക്കുക. അതായത് എസ് എ നോഡിൽ നിന്നും എ വി നോഡിലേക്കുള്ള കണ്ടക്ഷൻ കുറയ്ക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിജോക്സിൻ കൊടുക്കുന്ന സമയത്ത് അപ്പിക്കൽ പൾസ് ചെക്ക് ചെയ്തിട്ടാണ് സാധാരണ നമ്മളിത് കൊടുക്കാറ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ് ആണ്. അതായത് മയോകാർഡിയൽ കൺട്രാക്റ്റബിലിറ്റി കൂട്ടുന്ന ഒരു ഡ്രഗാണ്. ഇതിനെ നമ്മൾ ഡ്രഗ് ഹോളിഡേ എന്ന് പറയാറുണ്ട്. അതായത് ഡിജോക്സിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 5 ദിവസം കൊടുക്കും. അതിനുശേഷം 2 ദിവസം നമ്മൾ ഗ്യാപ്പ് ഇടും അല്ലെങ്കിൽ നിർത്തും. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഡിജോക്സിൻ്റെ ടോക്സിസിറ്റി കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൂടാതെ നമ്മൾ കിഡ്നിക്ക് ഒരു ടൈം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡിജോക്സിൻ എലിമിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇതിന് ഡ്രഗ് ഹോളിഡേ എന്ന് പറയുന്നത്. ഇതിൻ്റെ തെറാപ്യൂട്ടിക് ലെവൽ എന്ന് പറഞ്ഞാൽ 0.5 to 2 നാനോഗ്രാം പെർ ml ആണ് ഇതിൻ്റെ തെറാപ്യൂട്ടിക് ലെവൽ എന്ന് പറഞ്ഞാൽ. ഇത് 2 നാനോഗ്രാം പെർ ml അതിൽ കൂടിക്കഴിഞ്ഞാൽ ഡിജോക്സിൻ ടോക്സിസിറ്റി ആയി. ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഹാഫ് ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 35 to 40 hour ആണ് ഇതിൻ്റെ ഹാഫ് ലൈഫ്. നമ്മൾ സാധാരണ ഹെപ്പാരിൻ്റെയും വാർഫാരിൻ്റെയും ഒക്കെ ഹാഫ് ലൈഫ് പഠിക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഡിജോക്സിൻ്റെയും എന്തായാലും പഠിച്ചു വെക്കുക. ഹെപ്പാരിൻ്റെ ഹാഫ് ലൈഫ് എത്രയാണ്? ഹെപ്പാരിൻ്റെത് 1 to 1.5 hour ആണ്. അതായത് 60 to 90 minute ആണ്. വാർഫാരിൻ്റെത് 24 to 48 hour ആണ്. ഇതിൻ്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ, ഓർത്തിരിക്കുക. പിന്നെ ഡിജോക്സ് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം? ഇൻഡിക്കേഷൻ ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻ. ആർക്കൊക്കെ കൊടുക്കാതിരിക്കാം? സോ ഇതിൻ്റെ മെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കാം. അതുപോലെ ഏട്രിയൽ ഫിബ്രിലേഷൻ ഉള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാം. മെയിൻ കോൺട്രാ ഇൻഡിക്കേഷൻ ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊടുക്കാൻ പാടില്ലാത്തവർ ആർക്ക്? മെയിനായിട്ട് ബ്രാഡിക്കാർഡിയ ഉള്ള ആൾക്കാർ. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്, നെഗറ്റീവ് ക്രോണോട്രോഫിക് എഫക്റ്റ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എന്താണ്, ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്ന ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാഡിക്കാർഡിയ ഉള്ള പേഷ്യൻസിന് കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ പൾസ് ചെക്ക് ചെയ്യണം കൊടുക്കുന്നതിന് മുന്നേ. അപ്പിക്കൽ പൾസ് ചെക്ക് ചെയ്യണം. മെയിൻലി ഇൻഫൻസിലാണെങ്കിൽ 90 beats per minute താഴെയാണെങ്കിൽ നമ്മൾ ഡിജോക്സിൻ കൊടുക്കാറില്ല. ചൈൽഡിനാണെങ്കിൽ 70 beats per minute താഴെയാണെങ്കിൽ പൾസ് കൊടുക്കാറില്ല. അതുപോലെ അഡൽട്ടിനാണെങ്കിൽ 60 beats per minute താഴെയാണ് പൾസ് ഉള്ളതെങ്കിൽ നമ്മൾ സാധാരണ ഡിജോക്സിൻ കൊടുക്കാറില്ല. കാരണം ഇതൊരു നെഗറ്റീവ് ക്രോണോട്രോപിക് ഡ്രഗാണ്, ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്ന ഡ്രഗാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കാത്തത് വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ ഉള്ള പേഷ്യൻസിന് കൊടുക്കാറില്ല. അതുപോലെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉള്ള പേഷ്യൻസ് കൊടുക്കാറില്ല. അതുപോലെ കാർഡിയോ മയോപ്പതി ഉള്ള പേഷ്യൻസ്, എസ്പെഷ്യലി ഹൈപ്പർട്രോഫിയുടെ കാർഡിയോ മയോപ്പതി ഉള്ള പേഷ്യൻസിന് നമ്മളിത് കൊടുക്കാറില്ല. അത് ഓർത്തിരിക്കുക. പിന്നെ എക്സാമിനേഴ്സിലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, ക്വസ്റ്റ്യൻ ആണ്, ഡിജോക്സിൻ ടോക്സിസിറ്റി റിസ്ക് ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നത്. ഡിജോക്സിൻ ടോക്സിസിറ്റി റിസ്ക് ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല, കൊടുക്കില്ല.
മെയിനായിട്ട് ഹൈപ്പോകലേമിയുള്ള പേഷ്യൻസിന് ഇത് കൊടുക്കില്ല, കാരണം ഇതിൻ്റെ ടോക്സിസിറ്റി കൂടും. അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് കൊടുക്കാറില്ല. റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കാറില്ല. ഹൈപ്പർ കാൽസ്യം ഉള്ള പേഷ്യൻസിനൊന്നും കൊടുക്കാറില്ല. ഇതിൽ മെയിനായിട്ട് ഓർത്തിരിക്കിൻ്റെ ഏത് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം കുറവുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കാറില്ല. അതായത് ഹൈപ്പോകലീമിയുള്ള പേഷ്യൻസ് നമ്മൾ കൊടുക്കാറില്ല. സോ നമ്മൾ പൊട്ടാസ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതായത് 3.5 to 5.2 വരെ അല്ലെങ്കിൽ 5.5 വരെയുള്ള ആൾക്കാർ ആ ഒരു റേഞ്ചിൽ നമ്മൾ എപ്പോഴും പൊട്ടാസ്യം ലെവൽ കീപ്പ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ മെയിൻ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്? സൈഡ് എഫക്റ്റ് നോക്കുക. സൈഡ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ ടോക്സിക് ആയാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. മെയിൻ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് സിംറ്റം കാണിക്കുന്നത് അനോറസിയ, നോസിയ, വോമിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, പിന്നെ ബ്രാഡിക്കാർഡിയ കാണിക്കും. ഓക്കെ, അതേപോലെ തന്നെ ടോക്സിക് ആയി കഴിഞ്ഞാൽ വിഷ്വൽ പ്രോബ്ലംസ് ഓർത്തിരിക്കുക. വിഷ്വൽ പ്രോബ്ലംസ്, അതായത് ഡബിൾ വിഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിപ്ലോപ്പിയ ഉണ്ടാവും, ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ സാന്തോപ്സിയ ഉണ്ടാവും. അതായത് ഹാലോസ് അറൗണ്ട് ദ ലൈറ്റ്, ലൈറ്റിന് ചുറ്റും ഒരു കളർ വിഷൻ, ഒരു കളർ പോലെ അല്ലെങ്കിൽ വെള്ള കളർ പോലെ കാണുന്നതാണ് ഹാലോസ് അറൗണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സൈഡ് എഫക്റ്റിലും ടോക്സിക്കിലും എപ്പോഴും ഫസ്റ്റ് സിംറ്റം കാണിക്കുന്നത് അനോറസിയ, നോസിയ, വോമിറ്റിംഗ്. അതിനുശേഷമാണ് ബാക്കിയെല്ലാം. എപ്പോഴും ചോദിക്കുന്നതാണ്. അതേപോലെ കാർഡിനൽ സൈൻ ഓഫ് ടോക്സിസിറ്റി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ബ്രാഡിക്കാർഡിയാണ് ഓർത്തിരിക്കുക. കാർഡിനൽ സൈൻ ഓഫ് ടോക്സിസിറ്റി ചോദിക്കുകയാണെങ്കിൽ ബ്രാഡിക്കാർഡിയ. ഇതാണ് ഇതിന്റെ മെയിൻ സൈഡ് എഫക്റ്റും ടോക്സിസിറ്റിയും. പിന്നെ ഇതിൽ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിജോക്സിന്റെ ആന്റിഡോട്ട് ഏതാണുള്ളത്? ദറ്റ് ഈസ് ഡിജോക്സിൻ ഇമ്മ്യൂണോഫാബ് ആണ് ആൻഡ് ഡിജിബൈൻഡും ആണ്. ദറ്റ് ഈസ് ദ ആന്റിഡോട്ട് ഓഫ് ഡിജോക്സിൻ. അതുപോലെ നമ്മൾ ഡിജോക്സിൻ കൊടുക്കുന്ന സമയത്ത് 2 രജിസ്റ്റേർഡ് നേഴ്സ് എന്തായാലും അവിടെ ഉണ്ടാവണം. ഓക്കെ, അവരുടെ സൈനും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, പിന്നെ ഇത് നമ്മൾ കുട്ടികൾക്ക് ഡിജോക്സിൻ കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് നമ്മളിത് സിറപ്പായിട്ടാണ് കൊടുക്കാറ്. ഓക്കെ, സിറപ്പായിട്ടാണ് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടീത്ത് സ്റ്റെയിനിങ് ആണ്. ടീത്ത് സ്റ്റെയിനിങ് അല്ലെങ്കിൽ ടീത്ത് ഡീക്കേ ഒക്കെയാണ്. കാരണം ഇതിൽ ഹൈ ഷുഗർ കണ്ടന്റ് ഉണ്ട്. ആ ഹൈ ഷുഗർ കണ്ടന്റ് മൂലം ടീത്ത് ഡീക്കേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് ഡിജോക്സിൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രോ കൊടുക്കാറുണ്ട്, അല്ലേ? സ്ട്രോ. അതേപോലെ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡിജോക്സിൻ കൊടുക്കുന്ന സമയത്ത് കുട്ടികളിൽ വോമിറ്റിംഗ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ആ ഡോസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, ഡോക്ടറെ ഇൻഫോം ചെയ്യുക. ഓക്കെ, പിന്നെ ചോദിച്ചു വരുന്നൊരു ഏരിയ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്, ബിഫോർ ഫുഡാണോ അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡാണോ കൊടുക്കാറ് എന്നുള്ളത്. 1 hour ബിഫോർ ഫുഡാണ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ 2 hour ആഫ്റ്റർ ഫുഡാണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ എപ്പോഴും ഓർത്തിരിക്കുക, പൊട്ടാസ്യം ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. 3.5 to 5.1 വരെയുള്ള റേഞ്ചിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഡിജോക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റും പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങളോട്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വിച്ച് ഇലക്ട്രോലൈറ്റ് ഡെഫിഷ്യൻസി മേ ഇൻക്രീസ് ഡിജോക്സിൻ ടോക്സിസിറ്റി? ഏത് ഇലക്ട്രോലൈറ്റ് ഡെഫിഷ്യൻസി മൂലമാണ് ഡിജോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാകുന്നതാണ്? ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ എ സോഡിയം, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി കാൽസ്യം, ഡി ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു, പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഹൈപ്പോകലീമിയുള്ള പേഷ്യൻസിന് ഡിജോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ താങ്ക് യു.